എന്തുവാ എന്തുവാ എന്ത് കാണിക്കുന്നെന്ത് വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് എന്ത് കാണിക്കുന്നത്? എന്ത് വട്ടം ചാടി? അതെ എന്ത് ആ തെളിവുണ്ട് എന്റെ, ഞാൻ കണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് വന്നോട് ഒരുമാതിരി തോന്നിയ ദിവസം കാണിച്ചിട്ട് തള്ളുന്നതിനാ തന്റെ പോയാണ് റോഡ്. തോട്ടി പോടോ. ഇങ്ങനെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉണ്ടായി കാണും. അത് ഞാൻ ഉറപ്പ് നൽകുന്ന കാര്യമാണ്. അപ്പോൾ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ വണ്ടിയാണ്, അതായത് ഇപ്പോൾ ഒരു കാറാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു കാൽനട യാത്രക്കാരനോ ഒരു ബൈക്കുകാരനോ വട്ടം ചാടുന്നതെങ്കിൽ ഉറപ്പായിട്ട് ആ കാറുകാരനായിരിക്കും നാട്ടുകാർ വന്ന് കുറ്റം പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മതിയായ തെളിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറ്റക്കാരല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടാകത്തില്ല, അത് ഞാൻ 100% ഗ്യാരണ്ടി നൽകുന്നു. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം ഞാൻ ഒരുപാട് സെർച്ച് നടത്തിയതിന് ശേഷം മേടിച്ച ഒരു പ്രൊഡക്റ്റാണ്. വെറും 3500 രൂപയ്ക്ക് നിങ്ങളുടെ വണ്ടിയിൽ വെക്കാൻ സാധിക്കുന്ന, ഏത് സാധാരണക്കാരനും വാങ്ങി വെക്കാൻ സാധിക്കുന്ന ഒരു ഡാഷ് ക്യാമറയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എല്ലാവരുടെയും വീടുകളിൽ 1ഉം 2ഉം വണ്ടികൾ വെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും സാധാരണക്കാരൻ്റെ വീട്ടിലായിക്കോട്ടെ ഒരു ചെറിയ കാർ 1 ലക്ഷം രൂപയുടെ താഴെ വിലയുള്ള കാറുകൾ വാങ്ങിയിടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഡാഷ് ക്യാമറ നമ്മുടെ വണ്ടിയിലുണ്ടെങ്കിൽ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മതിയായിട്ടുള്ള തെളിവ് കാണും, നമ്മൾ കുറ്റക്കാരല്ല തെളിയിക്കാനുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് ഞാൻ വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേരാണ്, ഹീറോ, ട്രസ്റ്റ് ഓഫ് ഹീറോ ഗ്രൂപ്പ്. നമുക്കൊന്ന് ഈ ഒരു പെട്ടി പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് കാണാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൽ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡാഷ് ക്യാമറ. കാണുമ്പോൾ ഒരു മൊബൈൽ ചാർജിങ് പോർട്ടായിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ് ക്യാമറയ്ക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ചാർജിങ് പോർട്ടുണ്ടല്ലോ, ആ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ചാർജിങ് സോക്കറ്റാണിത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഡാഷ് ക്യാമറയോടെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഡാഷ് ക്യാമറ. കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ 3500 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി നൽകുന്ന, അതായത് 1080p ഫുൾ HD നൽകുന്ന ഒരു അടിപൊളി ഒരു ക്യാമറയാണ് നമ്മുടെ ഈ ഒരു ഡാഷ് ക്യാമറ. 2 MB ഒരു ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിതിൽ നമ്മുടെ ഓഡിയോയും റെക്കോർഡ് ആവുന്നതാണ്. ഒരു മൈക്ക് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നേരെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് കാണാൻ സാധിക്കും. ഏകദേശം ഒരു 1 TB 1000 GB മെമ്മറി കാർഡ് വരെ നമുക്കിതിൽ സപ്പോർട്ട് ആവുന്നതാണ്. തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു USB എന്ന് പറഞ്ഞൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ ഈ ഒരു USB പവർ കേബിൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതേപോലെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു USB നേരെ നമ്മുടെ ഈ ഒരു ക്യാമറയിൽ കൂടെ നൽകിയിരിക്കുന്ന ഈ ഒരു ചാർജിങ് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമ്മളിത് ഈ ഒരു മെമ്മറി കാർഡ്, ഈ ഒരു മെമ്മറി കാർഡ് സ്ലോട്ട് കണ്ടോ, ഇവിടെ ആയിട്ട് മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട് കണ്ടോ. ഈ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടിലേക്ക് നമുക്ക് ഈ ഒരു മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ, മെമ്മറി കാർഡ് ഇട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മൊബൈൽ ചാർജർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. USB പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചാർജിങ് പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു റെഡ് ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ടോ, നമ്മുടെ ക്യാമറ എങ്ങനെ ഓൺ ആയിട്ടുണ്ട്. ക്യാമറ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ക്യാമറയിൽ കിട്ടുന്ന വിഷ്വൽസ് നമ്മുടെ മൊബൈൽ ഫോൺ കിട്ടാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഈ ഒരു ക്യാമറ വാങ്ങുമ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ ഒരു QR കോഡ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ക്യൂബോ പ്രോ ആപ്പ് എന്ന് ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന ഈ ഒരു ക്യാമറയുടെ പേര് നോക്കുക. നമ്മൾ വാങ്ങിയത് ക്യൂബോ ഡാഷ് ക്യാം പ്രോ എക്സ് എന്ന ക്യാമറയാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തായിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറയിൽ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടെന്ന് ചോദിക്കുക. അപ്പം യെസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റെ തൊട്ട് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറയുടെ പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. നമുക്ക് വേണം ആ പേര് നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് ആറ്റം എന്നാണ്. അപ്പോൾ ആറ്റം ഡാഷ് ക്യാം എന്നാക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയേ, നല്ല അടിപൊളി ക്വാളിറ്റി എന്ന് പറയാൻ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. നോക്കിയേ, കണ്ടോ, നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ആയിട്ട് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വണ്ടിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്ന് നോക്കുക. ഇത് കണ്ടോ, നമ്മൾ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു സാധനം നമ്മുടെ വണ്ടിയിൽ സെറ്റാക്കാൻ. ഇതിൽ നമുക്കൊരു 3M ഒരു ടേപ്പ് കാണാൻ സാധിക്കും. ഈ ഒരു സാധനം ഇതേപോലെ ഇങ്ങനെ പൊളിക്കുക. ഈ ഒരു ഫാസ്റ്റാഗിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഫോണിൽ കൂടെ നോക്കുക കേട്ടോ. ഫോണിൽ കൂടെ കറക്റ്റായിട്ട് നമ്മുടെ വിഷ്വൽ കറക്റ്റായിട്ട് നമ്മുടെ വണ്ടി ഫുള്ള് കിട്ടുന്നുണ്ടോ നോക്കിയതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ അങ്ങ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്താണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ടിൽറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് കിട്ടിയാണ്ടോ. കണ്ടോ, നമുക്കിങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വണ്ടിയുടെ അകത്തിരിക്കുന്ന നമ്മളെ ഇതേപോലെ കിട്ടും. അടിപൊളിയല്ലേ? നമ്മുടെ
അഭിനയ കുലപതി ചിങ്കി ഇരിപ്പുണ്ട് ബാക്കിൽ. സിംഹം, അഭിനയ സിംഹം. പ്രാന്ത് പിടിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇത്രയും വയറ് കണ്ടിട്ട്. അപ്പോൾ ഈ വയർ എന്തോ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ടൂള് വരുന്നുണ്ട്. ഇത് കേട്ടോ, ഈ സാധനം, ഈ ടൂള് കണ്ട നമുക്ക് ഇതിലൂടെ വരുന്നതാണ്. ഇതുകൊണ്ട് നേരെ നമ്മുടെ വയർ ഇതേപോലെ നമ്മുടെ ഈ മേളത്തെ റൂഫ് കണ്ട ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നമുക്കിത് ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി വെച്ചാൽ മതി. ഇവിടെയൊക്കെ നമ്മൾ നീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വയറും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ അങ്ങനെ ഡാഷ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് ശരിയല്ലോ. ഞാൻ എന്തായാലും 2-3 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ വണ്ടിയിൽ ഡാഷ് ക്യാമറ അങ്ങനെ വെച്ചിട്ട് 2 ദിവസം ആയിരിക്കുകയാണ്. ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വാക്കുകളിലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 3500 രൂപയ്ക്ക് വാങ്ങിയൊരു ഡാഷ് ക്യാമറ നൽകുന്നതിൻ്റെ മാക്സിമം ഔട്ട് കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഈ ഒരു ഡാഷ് ക്യാമറ നൽകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഡാഷ് ക്യാമറയിൽ റെക്കോർഡായിരിക്കുന്ന വീഡിയോ ആണ്, പകലുള്ള വിഷ്വലാണ്. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4K ഒന്നുമല്ല, കാരണം 3500 രൂപയ്ക്ക് ഒരു 4K ക്യാമറയൊന്നും കിട്ടത്തില്ല. ഇതൊരു ഫുൾ HD 1080p ഫുൾ HD ക്യാമറയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ഇൻബിൽഡ് മൈക്ക് നൽകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ അകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഓഡിയോയും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ റെക്കോർഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് വ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. 2 MB ക്യാമറയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവും. കാരണം പ്രധാനമായും ഡാഷ് ക്യാമറ വെക്കുന്നത് നമുക്ക് നമ്മുടെ വണ്ടി എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ, ആരെങ്കിലും നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. അവരുടെ ഫേസും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഡാഷ് ക്യാമറ വെക്കുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്തെ ബാറ്ററി പൊട്ടിത്തെറിക്കുമോ. കാരണം ലിഥിയം അയോൺ ബാറ്ററി ചൂടാവുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയും ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇല്ല. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സൂപ്പർ കപ്പാസിറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിക്കും, ബ്ലാസ്റ്റ് ആകും എന്നുള്ള പേടി ആർക്കും വേണ്ട. ഉപയോഗിച്ച് നോക്കിയതിൽ വെച്ച് ഒരു അടിപൊളി ഒരു ഡാഷ് ക്യാമറയാണ് നമ്മുടെ ഈ ഒരു ക്യൂബോയുടെ സ്മാർട്ട് ഡാഷ് ക്യാം പ്രോ എക്സ് എന്നുള്ളത്. കാരണം 3500 രൂപയ്ക്ക് ലോഡഡ് വിത്ത് ഫീച്ചറുകൾ, അതായത് 3500 രൂപയ്ക്ക് നൽകാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാമറയ്ക്കുള്ള എല്ലാ ഫീച്ചറുകളും ഈ ഒരു ക്യാമറയുടെ അകത്ത് ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ഗാലറി സേവ് ആക്കിയ വീഡിയോ ആണ്. ഞാൻ രാത്രി വണ്ടി ഓടിച്ച് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ സേവ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഒരു വീഡിയോയും കാര്യങ്ങളും എല്ലാം സേവ് ചെയ്യുന്നതാണ്. ഒരു 5 മിനിറ്റ് മതി, 10 മിനിറ്റ് വരെയുള്ള വീഡിയോ നമുക്ക് ഒറ്റയടിക്ക് സേവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കുറഞ്ഞ ചിലവിൽ ഒരു ഡാഷ് ക്യാമറ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 100% വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ക്യൂബോയുടെ സ്മാർട്ട് ഡാഷ് ക്യാം പ്രോ എക്സ് എന്നുള്ള ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതിന് MRP എന്നുള്ളത് 6000 രൂപയ്ക്കാണ് കാണിക്കുന്നത്. പക്ഷേ ക്യൂബോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അതായത് ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിൾ അടിച്ചിട്ട് ഡയറക്റ്റായിട്ട് കയറി അവിടെ നിന്ന് ബൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു 3500 രൂപയ്ക്ക് ഈ ഒരു ഡാഷ് ക്യാമറ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഒരു 3500 രൂപയ്ക്ക് ഒരു ക്യാമറ നൽകുമ്പോൾ അതിന് കിട്ടാവുന്ന മാക്സിമം ഫീച്ചറുകൾ ഈ ഒരു ക്യാമറയുടെ അകത്ത് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ക്വാളിറ്റി, അതുകൂടാതെ നമ്മുടെ ഓഡിയോയും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നൈറ്റ് വിഷൻ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ക്യാമറയാണ്.